നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഉറക്കം കെടുത്തി താപനില വീണ്ടും ഉയരുകയാണ്. ചൂട് ഉയരുന്നത് പ്രവാസികളെ വലയ്ക്കുന്നുമുണ്ട്. ഉച്ചവിശ്രമ നിയമം ഉൾപ്പെടെ നടപ്പാക്കുന്നുണ്ടെങ്കിലും സൗദി അറേബ്യയുടെ പല മേഖലകളിലും ചൂട് വർദ്ധിക്കുകയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ദമാം, അൽ അഹ്സ, ഹഫർ, അൽ ബാത്വിൻ എന്നിവിടങ്ങളിലാണ് വ്യാഴാഴ്ച ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. 46 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടങ്ങളിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില. ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് അബഹയിലാണ്. വ്യാഴാഴ്ച 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയത്. മക്ക, റിയാദ്, വാദി ദവാസിൻ, റഫ, അൽ ഖർജ് എന്നിവിടങ്ങളിൽ 43 ഡിഗ്രി സെൽഷ്യസ് ആണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. അൽബഹ, അൽ ഖുറയാത്ത് എന്നിവിടങ്ങളിൽ 22 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. സൗദിയിൽ മാത്രമല്ല, പ്രവാസികൾ ഏറെയുള്ള UAEയിലും താപനില ഉയരുകയാണ്. കഴിഞ്ഞ 18 വർഷമായി വേനൽക്കാലത്ത് ഉച്ചവിശ്രമം നടപ്പാക്കി വരുന്ന UAEയിൽ ഈ മാസം 15 മുതലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. 3 മാസത്തേക്കാണ് വെയിലത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉച്ചവിശ്രമം നിർബന്ധമാക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 15 വരെ നിയമം നിലവിലുണ്ടാകും. തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് തൊഴിൽ മന്ത്രാലയം ഉച്ചവിശ്രമ നിയമം നടപ്പാക്കുന്നത്. ഈ സമയത്ത് തൊഴിലാളികൾക്ക് വെയിലേൽക്കാതെ വിശ്രമിക്കാനുള്ള സൗകര്യം തൊഴിലുടമകൾ തന്നെ ഒരുക്കി നൽകണം. ഇല്ലാത്ത പക്ഷം സ്ഥാപനങ്ങൾക്ക് എതിരെ കർശന നടപടിയുണ്ടാകും എന്നാണ് നിർദ്ദേശം നൽകിയത്. ഈ വർഷം ആദ്യമായി താപനില UAEയിൽ 50 ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ വിവരപ്രകാരം രാജ്യത്ത് അൽ ദഫ്ര മേഖലയിലെ ഔട്ടൈഡിലാണ് 50.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. അതേസമയം രാജ്യത്തിന്റെ മറ്റൊരു വശത്ത് റാസൽ ഖൈമയിലെ ജബൽ മെബ്രഹിൽ അതേ ദിവസം ഏറ്റവും കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്തിയത്. 21.3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. NCM പുറപ്പെടുവിച്ച 5 ദിവസത്തെ കാലാവസ്ഥാ ബുള്ളറ്റിനിൽ ചൂട് അടുത്ത ആഴ്ച കൂടി തുടരുമെന്നാണ് വ്യക്തമാക്കുന്നത്. UAEക്ക് പുറമെ കനത്ത രീതിയിൽ താപനില ഉയരുന്ന കുവൈത്തിൽ 50 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. ജഹ്റ ഭാഗത്ത് 52 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. സുലൈബിയയിൽ 51 ഡിഗ്രി, അബ്ദലി, നുവൈസീബ് എന്നിവിടങ്ങളിൽ 50 ഡിഗ്രി എന്നിങ്ങനെ താപനില രേഖപ്പെടുത്തുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.